നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഇപ്പൊ കണ്ണി കൊള്ളാനുള്ളത് പുരികത്ത് കൊണ്ടു എന്നങ്ങ് കരുതിയാ മതി. ഈ പറഞ്ഞതിന്റെ അർത്ഥം ഇനിയും വെച്ചിട്ടുണ്ടെന്നല്ലേ? ആ ഡോക്യുമെന്റ് ഫയല് തീ കൊണ്ടിട്ട് ഞാനാണെന്നെങ്ങാനും ഇവിടെ അറിഞ്ഞ എന്റെ ഈശ്വര. അപ്പൊ നീ അച്ഛനെ തോൽപ്പിക്കാൻ വേണ്ടി തന്നെ ഇറങ്ങി പുറപ്പെട്ടു എന്നർത്ഥം. എനിക്കാരെയും തോൽപ്പിക്കണ്ട, ഞാൻ എന്റെ സ്വന്തം കാലിൽ നിൽക്കാൻ പോവാ. ആയിക്കോ. അച്ഛനും മകന്റെ ഇടയിൽ അമ്മ എന്നുള്ളൊരു ജീവി കൂടി ഉണ്ട് എന്നുള്ളത് ഓർമ്മിക്കുന്നത് നന്നായിരിക്കും. സുചിത്രേ, മോളെന്തൊന്നും പറയാത്ത? അമ്മ, ഞാൻ അവൾക്കൊന്നും പറയാനില്ല. അച്ഛൻ പറയുന്ന വാക്കാണ് അമ്മയ്ക്ക് അവസാന വാക്കെങ്കില് ഞാൻ പറയുന്ന വാക്കാണ് സുചിത്രയ്ക്ക് അവസാന വാക്ക്. സുചിത്ര ആന്റി, ഇങ്ങോട്ട് മാറിക്കോ കൊച്ചങ്ങട്. ഒരു കാര്യം ചെയ്യുന്നതിനിടയിൽ കയറി വന്നോളൂ. മാറി നിൽക്കും മോളെ, ചിലരൊക്കെ തട്ടിയ സെപ്റ്റിക് ആവും. പിന്നൊരു കാര്യം, ഞാനിവിടെ വാങ്ങിച്ചു വെക്കുന്ന അരിയും പരിപ്പും പലവ്യഞ്ജനവും ഒക്കെ ആരും കൈയിട്ട് വാരരുത്. വാരിയാൽ വിവരം അറിയും. പച്ചക്കറിയും പലചരക്ക് സാധനങ്ങളും വെച്ച് പൂട്ടാൻ പുതിയൊരു അലമാരി വാങ്ങണം. ഇല്ലെങ്കിലേ കള്ളക്കൂട്ടങ്ങൾ മോഷ്ടിച്ചു കളയും. ഇങ്ങനൊന്നും പറയരുത് പ്രകാശേട്ടാ. പറയൂടി, പറയും. പിന്നെ നിന്നോട് പ്രത്യേകം പറയാ, ഇത് എന്റെ അമ്മയാ, നിന്റെ അമ്മയല്ല. ഇവരോട് ആരോടെങ്കിലും നീ മിണ്ടിയാൽ അന്ന് നീ നിന്റെ വീട്ടിലിരിക്കും. മനസ്സിലായോ? മോളിങ് വാ. അച്ഛമ്മ ഒരു കഥ പറഞ്ഞുതരാം. പാല് കൊടുത്ത കൈക്ക് തന്നെ കടിച്ച പാമ്പിന്റെ കഥ. പാമ്പോ? അതാരാ? അതോ വലിയ വിഷമുള്ള ഒരു പാമ്പാ. വാ പറഞ്ഞുതരാം. അതെ, അതെന്നെ ഉദ്ദേശിച്ച. അതെ, പ്രകാശേട്ടനെ മാത്രം ഉദ്ദേശിച്ച. പിന്നെ ഇത് സൂക്ഷിച്ചുപയോഗിക്കണം. ഇതിലുള്ള മരുന്നേ 2 വർഷം ഉപയോഗിക്കാം. നിനക്ക് സാമർത്ഥ്യം ഉണ്ടെങ്കിൽ 3 വർഷം ഉപയോഗിക്കാം. പൊട്ടിയാ? ഓ ഭാഗ്യം, പൊട്ടിയിരുന്നെങ്കിൽ 60 രൂപ പോയേനെ. വർഷ പറയ്. ഒന്നും പറയാനില്ല ഏട്ടാ, ഞാൻ വെറുതെ വിളിച്ചതാ. ഏട്ടന്റെ ശബ്ദം ഒന്ന് കേൾക്കാൻ വേണ്ടി. അതെനിക്ക് ഇഷ്ടപ്പെട്ടു, നന്നായിട്ട് ബോധിക്കുകയും ചെയ്തു. ശരി, ഇനി എന്തിനാണ് വിളിച്ചെന്ന് കാര്യം പറയ്. ഫ്രീ ആണെങ്കിൽ ഒരു ഔട്ടിങ്ങിന് പോയാലോ എന്ന് ചോദിക്കാൻ വേണ്ടി വിളിച്ചതാ. അയ്യോ സോറി വർഷേ, ഇന്ന് ഓഫീസിൽ വളരെ ബിസിയാ. നമുക്ക് മറ്റൊരു ദിവസം ഔട്ടിങ്ങിന് പോയി കളയാം. ഞാനാണെങ്കി ഇവിടെ ബോറടിച്ചിരിക്കുക. ഓ, എന്നാ പിന്നെ ഏട്ടൻ ബിസിയല്ലേ? ഏട്ടന്റെ ജോലിയൊക്കെ നടക്കട്ടെ. പക്ഷേ ഇപ്പൊ എന്റെ ശബ്ദം കേൾക്കാനുള്ള കൊതിയൊക്കെ മാറിയോ? തൽക്കാലത്തേക്ക്. അവള് വീട്ടിൽ ബോറടിച്ചിരിക്കുകയാണ്. അതെന്താ അങ്ങനെ? ബോറടി മാറ്റാൻ അവൾ എന്ത് പ്ലാനാ ചെയ്യാൻ പോകുന്നെന്ന് കണ്ടുപിടിക്കണമല്ലോ. ഏട്ടൻ വരാൻ എന്തായാലും ലേറ്റ് ആവും. ഇപ്പൊ തന്നെ ഏട്ടനെ കുറിച്ചുള്ള അന്വേഷണം ആരംഭിക്കണം. ആദ്യം ഏട്ടൻ വളർന്ന ഓർഫനേജിൽ നിന്ന് തന്നെ തുടങ്ങാം. ഓർഫനേജിൽ പോയിട്ട് വരും മുമ്പ് ഏട്ടൻ വരാതെ നോക്കണേ ഈശ്വര.
ഒരുപക്ഷെ വന്നാൽ തന്നെ എന്തെങ്കിലും പറഞ്ഞു നിൽക്കാം. ഈ ചാൻസ് മിസ്സാക്കാൻ പാടില്ല. ആ മോൾ അയൺ ചെയ്യാണോ? അതെ അമ്മേ, കുറച്ച് സമയം ഫ്രീ കിട്ടി. അപ്പൊ എന്റെ ഡ്രസ്സുകൾ തേച്ചു വെക്കാന്ന് കരുതി. അതെ, മോൾ അയൺ ചെയ്ത് കഴിയുമ്പോ ഒന്ന് പറയണം. അച്ഛന്റെ ഷർട്ടും ഉണ്ടോന്ന് തേക്കാനാ. അതിനെന്താ, ഇങ്ങ് തന്നേക്കമ്മേ. അയ്യോ വേണ്ട മോളെ, ഞാൻ തന്നെ ചെയ്തോളാം. വീട്ടിലായിരിക്കുമ്പോ ചിലപ്പോഴൊക്കെ അച്ഛന്റെ ഡ്രസ്സ് ഞാൻ അയൺ ചെയ്യാം. അമ്മ ഇങ്ങ് തന്നേക്ക. ദേ സൂക്ഷിക്കണേ, ഷർട്ടിന് വരെ ജീവനുള്ളത്. ശരി അമ്മേ. ആഹാ, വന്ദന ഇവിടെ തേപ്പ് പണി ചെയ്യുവാണോ? ഹാ, വന്ദനയുടെ കാര്യം ആലോചിച്ചാ എനിക്ക് വിഷമം തോന്നും. പണിക്കും കുറവില്ല, പഴിക്കും കുറവില്ല. വല്ലാത്തൊരവസ്ഥ തന്നെ. ഞാനായിരുന്നെങ്കി എന്നേ കളഞ്ഞിട്ട് പോയേനെ. വന്ദന എന്താ ഞാൻ പറയുന്നൊന്നും കേൾക്കുന്നില്ലേ? അല്ല, മറുപടിയൊന്നും പറയുന്നില്ല. തേപ്പല്ലേ പണി, സൂക്ഷിച്ചു നിന്നില്ലെങ്കി പൊള്ളില്ലേ? അതുകൊണ്ടാ, അല്ലാതെ വേറൊന്നും കൊണ്ടല്ല. ചേച്ചി വേറൊന്നും വിചാരിക്കില്ല കേട്ടോ. ഏയ്, ഞാനൊന്നും വിചാരിക്കില്ല. നീ എന്നെ ഉദ്ദേശിച്ച ഇത് പറഞ്ഞെന്ന് എനിക്കറിയാം. അല്ല വന്ദന, അച്ഛൻ സാമ്പാർ ചവിട്ടി വീണപ്പോ ഇവിടെ വന്ദന മാത്രമല്ലേ ഉണ്ടായിരുന്നുള്ളൂ? അല്ല, ഞാൻ വേറൊന്നും കൊണ്ട് ചോദിച്ചല്ല. വന്ദനയും കൂടി ഇല്ലായിരുന്നെങ്കിലുള്ള അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയതാ. വരാനുള്ളത് വഴി തങ്ങില്ലല്ലോ. ഇപ്പൊ കണ്ണി കൊള്ളാനുള്ളത് പുരികത്ത് കൊണ്ടുവന്നങ്ങ് കരുതിയാ മതി. ഈ പറഞ്ഞതിന്റെ അർത്ഥം ഇനിയും വെച്ചിട്ടുണ്ടെന്നല്ലേ? ആ ഡോക്യുമെന്റ് ഫയല് തീ കൊണ്ടിട്ട് ഞാനാണെന്നെങ്ങാനും ഇവിടെ അറിഞ്ഞ എന്റെ ഈശ്വര. വിദേശി എന്തേ ആലോചിക്കുന്ന? ഏയ്, ഒന്നുമില്ല. അപ്പൊ പണി നടക്കട്ടെ, ഞാൻ അങ്ങോട്ട് പോവുക. അടുക്കളയിലാണെങ്കിൽ നല്ല പണിയുണ്ട്. ദേ, പണിയൊക്കെ നോക്കി ചെയ്യണം, അല്ലെങ്കിൽ ചിലപ്പോ ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.